ബെസ്റ്റ് പ്രൈസ് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? സീറോയിൽ ഇറക്കാൻ പറ്റും. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്, ഒറിജിനൽ കേരള വണ്ടി. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഫുള്ളോളം ഇറക്കാൻ പറ്റും. ഇതും ഫുൾ ഓൺ. ഓ, അപ്പൊ എത്തിയോസിൽ ഫുൾ ഓൺ നോക്കുന്നവർ വേഗം വിളിച്ചോളി. പിന്നെ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? 10 റുപ്യ 20 റുപ്യ ഇറക്കാം. സിബില് പക്കാണെങ്കിൽ നമുക്ക് ഫുള്ളോളം കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഓൾട്ടൊക്കെ ഇറക്കുന്ന പോലെ 10 റുപ്യ 20 റുപ്യ സുഖമായിട്ട് ഉണ്ടാവും. ട്രാക്ക് ഒക്കെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ്. ഇതിന് 5 ലക്ഷം റുപ്യ. 5 ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് സീറോയിൽ ഇറക്കാം. ചിലപ്പോ സിബിലൊക്കെ വക്കല് സീറോ അല്ലെങ്കിൽ ചിലപ്പോൾ 10-25 മുടക്കേണ്ടി വരും. എന്നാലും നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 480 നമുക്കൊരു ഇനോവ അല്ല. അതെ. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ കൊടുക്കാം, നമുക്കൊരു 3 റുപ്യ കൊടുക്കാം. അതെ. ചെറിയ പൈസക്ക് വലിയൊരു വണ്ടി ഉണ്ടാവും അല്ലെ? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി? 40 റുപ്യ വണ്ടി വരും. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? എത്ര രൂപ വണ്ടി ഇറക്കാം? ഫുൾ ഓൺ കൊടുക്കാം. ഇതും ഫുൾ ആണ്. അപ്പൊ ഫുൾ ഓണിലെ ചാകരയാണ് നമുക്ക്. എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? സീറോയിൽ ഇറക്കാം നമുക്ക്. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ലോൺ കൊടുക്കാം നമുക്ക്. ഇതും ഫുൾ ആണ്. അപ്പൊ നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാരുതിന്റെ വണ്ടിയാണെങ്കിൽ അതുണ്ട്. ഇനി നമുക്ക് നെക്സോൺ ടാറ്റിന്റെ വണ്ടി, അങ്ങനെ ഏത് റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇവിടെ ഉണ്ട്. ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക്. അതും ലോൺ എങ്ങനെയാണ്? ലോൺ ഫുള്ള് കൊടുക്കാം. ഫുൾ ആണല്ലേ? 20ഓളം വാഹനം ഫുൾ ഉണ്ട്. അതില് 60 വാഹനങ്ങളുണ്ട്. നമുക്ക് ബാക്കി ചെറിയ ഡൗൺ പേയ്മെന്റ് 10, 20, 30 ഒക്കെ കൊടുത്താൽ. അപ്പൊ ഏത് ബഡ്ജറ്റിൽ വാഹനങ്ങൾ വന്നോളും. ചെറുകാറുകൾക്കും സാധാരണക്കാർക്കും വേണ്ടി ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു കിഡിലൻ ഓഫർ വീഡിയോ. ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് EMI അടക്കാൻ തയ്യാറാണോ? ഇതവിടെ 20 ഫുൾ ഓണിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ SUV-കളും ഹാഷ് ബാഗുകളും നല്ല കിഡിലൻ കളക്ഷൻ ആയിട്ടുള്ള ഏകദേശം 60ഓളം വാഹനങ്ങളാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മോഡൽ കൂടിയ ഫുൾ ഓൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബിഗ്ടോയിലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം. കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി റൂട്ടില് ബാണായി സൗദിപ്പടി. മഞ്ചേരി വന്നേരം നായാരം പമ്പ് കഴിഞ്ഞൊരു 10 മീറ്റർ മുന്നോട്ട് വന്നാൽ നമ്മൾ നായാറിന്റെ പമ്പ് നമുക്ക് അവിടെ കാണാം. കഴിഞ്ഞൊരു 10 മീറ്റർ നമുക്ക് മുന്നോട്ട് വന്നാൽ നമ്മൾ ബിഗ്ടോയി കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം 10-60ഓളം വാഹനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കും. നമുക്ക് 20ഓളം വാഹനം ഫുൾ ഉണ്ട്. അതിൽ 60 വാഹനങ്ങളുണ്ട്. നമുക്ക് ബാക്കി ചെറിയ ഡൗൺ പേയ്മെന്റ് 10, 20, 30 ഒക്കെ കൊടുത്താൽ. അപ്പൊ ഏത് ബഡ്ജറ്റിൽ വാഹനങ്ങൾ വന്നോളും. ചെറുകാറുകൾക്കും സാധാരണക്കാർക്കും വേണ്ടി ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഏത് റേഞ്ചിലുള്ള ആളുകൾക്കും ഉള്ള വണ്ടിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കല് ഡാർക്ക് എഡിഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാവണം. നമുക്ക് ടാറ്റയുടെ ഒരു നെക്സോൺ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. KL73 രജിസ്ട്രേഷന്. മൈലേജ് നമുക്ക് ഒരു 18-20 കിട്ടൂല എന്തായാലും. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ അല്ലെ? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ഇപ്പൊ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2022 ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ഡാർക്ക് എഡിഷൻ. അപ്പൊ 2022 ആണ്. വെറും 30 സംതിങ് കിലോമീറ്റർ. അതും ഏറ്റവും ടോപ്പ് എൻഡ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ സീറ്റ് കവേഴ്സ് ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ടുണ്ട് വരുന്നതാണ്. സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വരുന്നതാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, അങ്ങനെ കിഡ്ലൻ വാഹനം അല്ല. റിയറിലെ AC വെന്റ്, റിയറിലെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ ഏറ്റവും സെറ്റ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 10,20,000 കൊടുക്കാം. 10-20 അല്ലേ? ഏകദേശം നമുക്കൊരു പകുതി വിലന്റെ അടുത്ത് എത്തി എന്ന് പറയാം. അതായത് 2 വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട്, ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക്. അതും ലോൺ എങ്ങനെയാണ്? ലോൺ ഫുള്ള് കൊടുക്കാം. ഫുൾ ആണല്ലേ? അപ്പൊ അതാണ് നമുക്ക് ഒരു നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഇതാവണം. അത് നമുക്ക് ഫുൾ ഓണിലാണ്. ഏകദേശം നമുക്ക് 5-8 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കിഡ്ലം വാഹനം അല്ലെ? അടുത്തതാണ് വീണ്ടും ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാരുതി സുസുക്കി വിറ്റാര ബ്രസ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2019 ഡീസൽ ഓട്ടോമാറ്റിക്. 2019 ഡീസൽ ഓട്ടോമാറ്റിക്. 38,000 കിലോമീറ്റർ ഓടിയ. ഇത് കിലോമീറ്റർ തന്നെയാണ് അല്ലെ? 30 സംതിങ് കിലോമീറ്റർ. നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് മൈലേജ് നമുക്ക് 18-20 ഒക്കെ പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 38,000. ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു? പ്ലസ് ഇല്ല, അതായത് പുഷ് ബട്ടന്റെ ഒരു കുറവുണ്ട്. ബാക്കി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 9,27,000 കൊടുക്കാം. 9,25. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ലോൺ കൊടുക്കാം. ഇതും ഫുൾ ആണ്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാരുതിന്റെ വണ്ടിയാണെങ്കിൽ അതുണ്ട്. ഇനി നമുക്ക് നെക്സോൺ ടാറ്റിന്റെ വണ്ടി, അങ്ങനെ ഏത് റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇവിടെ ഉണ്ട്. അടുത്താണ് അമേസ് ന്യൂ ഫേസ്. ഇത് ഡീസലാണ് പെട്രോൾ ആയിരുന്നേ? ഇത് പെട്രോൾ 2020 ഡീസൽ, 2020 ഓട്ടോമാറ്റിക് കിട്ടാം. ടോപ്പ് എൻഡ്. CVT ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ന്യൂ ഫേസ് ആണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് മെയിൻ്റെനൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ വരും. ഇന്റീരിയർ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, ടച്ച് സ്ക്രീന് കാര്യങ്ങൾ. റിയറിൽ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് റിയറിലെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 84,000. അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരും. സിംഗിൾ സർവീസ്, സിംഗിൾ ഓണർ വണ്ടി അല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? കറക്റ്റ് ഷോറൂം സർവീസ്, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ. എത്ര ചോദ്യം? ഇത് നമുക്ക് 7,77,000 കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഫുൾ ഓൺ കൊടുക്കാം. ഇതും ഫുൾ ആണ്. അപ്പൊ ഫുൾ ഓണിലെ ചാകരയാണ് നമുക്ക്. അടുത്ത വീട് നമുക്ക് ഏറ്റവും ന്യൂ ഫേസിലെ ലാസ്റ്റ് ജെൻ സിറ്റി VX ഏറ്റവും ടോപ്പ് എന്റെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020 വണ്ടി, ന്യൂ ഫേസിലെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ 30ന്റെ ഉള്ളിൽ ഓടിച്ചോളൂ. 30ന്റെ ഉള്ളിൽ എല്ലാം നമുക്ക് ലോ കിലോമീറ്റർ ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ന്യൂ ഫേസ് ആണ്. നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 10,40,000 കൊടുക്കാം. 10,40,000. അതെ. ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? സീറോയിൽ ഇറക്കാം നമുക്ക്. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്. അപ്പൊ നമുക്ക് എല്ലാം മാക്സിമം എല്ലാം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് അല്ലെ? ഇതാണ് നമുക്ക് 5th ജെൻ ആണ്. അതിന് തൊട്ട് 4th ജെൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2016 പെട്രോള്. 2016 പെട്രോള്, സൺറൂഫ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 56,000. അതെ. ഓൺഷിപ്പ് സിംഗിൾ അല്ല? സിംഗിൾ. എങ്ങനെ നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 6,30,000. 6,30,000. നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് വരെ വരുന്ന കിഡ്ലം സിറ്റി നമുക്ക് കൊണ്ടുപോകാം. മാനുവൽ ആണ് വരുന്നത്. നമുക്ക് പിന്നെ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 10 രൂപ 20 രൂപ ഇറക്കാം. സിവില് പക്കാണെങ്കിൽ നമുക്ക് ഫുൾ ഓണം കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഓൾട്ടൊക്കെ ഇറക്കുന്ന പോലെ 10 രൂപ 20 രൂപ സുഖമായിട്ട് ഉണ്ടാവും. ട്രാക്ക് ഒക്കെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ്. അതാണ് ഇനി 4th ജെനിൽ വീണ്ടും വൈറ്റിലെ ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വണ്ടി. 2014 ആണ് ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. നമ്മൾ 3rd ജെൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2,05,000 കിലോമീറ്റർ ഓടിയുണ്ട്. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. കേരള വണ്ടികളല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഡീസൽ ആണ് വണ്ടി. ഡീസൽ. അതുകൊണ്ടാണ് ഓട്ടോ അല്ലെ? മൈലേജ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഡീസൽ നമുക്ക് 24 വരെ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി. എത്ര നമ്മളെ ചോദ്യം? ഇതിന് 5,00,000 രൂപ. 5,00,000 രൂപ. ഡൗൺ പേയ്മെന്റ് നമുക്ക് സീറോയിൽ ഇറക്കാം. ചിലപ്പോൾ സിബിലൊക്കെ ഓക്കെ സീറോ അല്ലെങ്കിൽ ചിലപ്പോൾ 10-25 മുടക്കേണ്ടി വരും. എന്നാലും നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അപ്പൊ സിബിൽ ഓക്കെ സീറോ ഡൗൺ പേയ്മെന്റ്, അല്ലെങ്കിൽ നമുക്കൊരു 20 രൂപ 25 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടി. അടുത്ത വീണ്ടും നമുക്ക് ഡീസൽ ഒരു സിറ്റി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2016. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,44. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? അതെ. എത്ര ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന് ചോദ്യം 6,26,000 രൂപ. 6,25,000 രൂപ. ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വെക്കാൻ പറ്റുമോ? ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഡീസൽ ആണ്. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടി. അതുകൊണ്ട് നമുക്ക് ക്രച്ചിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജനറേഷൻ ആണ്. അത് നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള ഓപ്ഷൻ. നമുക്ക് പനോരമിക് സൺറൂഫിന്റെ ഒരു കുറവുണ്ട്. ബാക്കി എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അല്ല കിഡിലെ ഇന്റീരിയർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 വണ്ടി. കിലോമീറ്റർ 11,500 കിലോമീറ്റർ. വെറും 11,500 മാത്രം ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. ഷോറൂം കണ്ടീഷൻ. ഇത് ഓൺഷിപ്പ് സിംഗിൾ. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെ? ഓൺഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. ഈ 11,500 മാത്രം ഓടിയ വണ്ടി. എത്ര നമ്മൾ ചോദ്യം? ഇത് നമുക്ക് ഒരു 9,50,000 കൊടുക്കാം. 9,80,000 ബെസ്റ്റ് പ്രൈസ്. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? സീറോയിൽ ഇറക്കാം. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്. അപ്പൊ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അടുത്ത നമുക്കൊരു സണ്ണി ഇല്ലേ? ഇത് ഡീസൽ അല്ല വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ്, അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസ്, നല്ല മൈലേജ് ഒക്കെ വരുന്നത് അത്യാവശ്യം കിട്ടുന്ന വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡല് 13 റേസർ. ഓക്കെ. ഓൺഷിപ്പ് കാര്യങ്ങൾ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 84. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? 2,70,000 കൊടുക്കാം. 2,70,000. ചെറിയ പൈസക്ക് വലിയൊരു വണ്ടി ഉണ്ടോ അല്ലെ? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി? 10-40 രൂപ വണ്ടി. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അവിടെ നല്ല സ്പേഷ്യസ് ആണ്. നല്ല മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ്. അടുത്തോടെ നമ്മൾ എല്ലാവരുടെയും ജനപ്രിയ വാഹനമാണ് ടയോട്ട എത്തിയോസ് ലിവ. അതും ഫുൾ ബ്ലാക്കിൽ പ്ലാറ്റിനം ടൈപ്പ് വരുന്ന ഒരു വണ്ടി അല്ലെ? ഇതെങ്ങനെയായിരുന്നു? ഒറിജിനൽ കേരള വണ്ടി. 2015 മോഡല് 16 റേസർ. 2015-16 രജിസ്റ്റർ അല്ലെ? ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എങ്ങനെയായിരുന്നു ഇതിന് നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ?
ഇത് 70,000 കിലോമീറ്റർ പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ ആണ് അല്ലേ? അതെ. 70,000 കിലോമീറ്റർ അതെ. ഫുൾ കമ്പനി സർവീസ്. അതെ അതെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. Available. എത്ര ചോദ്യം ഇത് എങ്ങനെയായിരുന്നു? നമുക്കൊരു 460 കൊടുക്കാം. 460 അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. അതെ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുള്ളോളം കൊടുക്കാം നമുക്ക്. ഇതും ഫുൾ ഓൺ. അതെ. ഓ, അപ്പൊ എത്തിയോസ് ലീവ് ഫുൾ ഓണിൽ നോക്കുന്നവർ വേഗം വിളിച്ചോളി അല്ലേ? അപ്പൊ നമുക്ക് ഇനോവന്റെ ഒരു ചാകര നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, ക്രിസ്റ്റ ഇനോവ. അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2010 2010 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? അന്ന് വി ആണ് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഇതൊക്കെ നല്ല കിടുവാണ്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഈ വണ്ടി രണ്ടാമത്തെ ഓടിയിട്ടുണ്ട്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ എന്താ പാട്? ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. ഗ്യാരണ്ടി കൊടുക്കാം അല്ലെ? എത്ര നമ്മള് ചോദ്യം? ഇത് നമുക്കൊരു 4,50,000 കൊടുക്കാം. 4.5 ലക്ഷം രൂപക്ക് 480. 480 നമുക്കൊരു ഇനോവ അല്ലെ? അതെ. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ കൊടുക്കാം നമുക്കൊരു 3 റുപ്യ കൊടുക്കാം. 3 രൂപ കൊടുക്കാം. അപ്പൊ വെറും 480 നമുക്കൊരു ഇനോവ അല്ലെ? അത് ഏറ്റവും ടോപ്പ് എൻഡ്. അതുകൊണ്ട് ഒരു വൈറ്റില് ടൈപ്പ് 4 ഒക്കെ വരുന്നൊരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010. 2010. അപ്പൊ കൺവേർട്ട് ചെയ്താണ് അല്ലെ? ഇതെങ്ങനെയായിരുന്നു? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ല? ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 അല്ലെ? എത്ര നമ്മൾ ചോദ്യം? ഇത് നമുക്ക് 490 കൊടുക്കാം. 490 അല്ലെ? അതെ. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട് 490. നമുക്ക് ഇതിനൊരു 3.5 ചെയ്യാലേ? അതെ അതെ. ഓക്കെ. ഇതിനൊക്കെ നല്ല കിടുവാണ്. 3 റുപ്യക്ക് ഉണ്ടെങ്കിൽ ഇറക്കാം. 490 അല്ലെ? അടുത്ത നമ്മൾ വീണ്ടും ഒരു ഇന്നോവ. അതെങ്ങനെയായിരുന്നു മോഡല്? 2012 2012 ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ? ടൈപ്പ് 4 ഒറിജിനൽ കൺവേർട്ട് ചെയ്തോ? അതെ, കൺവേർട്ട് ചെയ്താണ് അല്ലെ? ഇതെങ്ങനെയായിരുന്നു? നമുക്ക് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്ക ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ഓപ്ഷൻ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലെ? സ്റ്റിയർ മോൾഡ്, കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു ചോദ്യം? നമുക്കൊരു 7,40,000 കൊടുക്കാം. 40 അല്ലെ? ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 6 റുപ്യ ഒക്കെ ചെയ്യാം. 6 റുപ്യ വരെ നമുക്ക് ലോണും ചെയ്യാം അല്ലെ? അടുത്ത വീണ്ടും ഇതായിരുന്നു മോഡല് കാര്യങ്ങള്? അത് 2016 G4. 2016 G4 അല്ലെ? ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. അതെ. നമുക്ക് കേരള വണ്ടിന്റെ ക്വാളിറ്റി പറയാം. അതെ. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ല. കേരള വണ്ടി മാറിക്കും. കേരള വണ്ടി അത്രയും ഹൈ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടി. ഇതെങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? ഇത് നമുക്കൊരു 10,40,000 കൊടുക്കാം. 10.40 അല്ലെ? ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് 9 റുപ്യ വരെ ചെയ്യാം. 9 രൂപ വരെ ചെയ്യാം. അതെ. ഒക്കെ ഒരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി അല്ലേ? അതാണ് ഒരു വൈറ്റ് അല്ലെ? ഇതെങ്ങനെയായിരുന്നു മോഡല്? 2015 മുകളിൽ 16 റേസർ. 2015 16 രജിസ്റ്റർ അല്ലെ? 2.5 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറ്റാട്ടോ. ഓ, 2 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് പോയി നോക്കി നിങ്ങള്. ഓ, ഇന്റീരിയർ ഒക്കെ അങ്ങനെ കിടുവാണ്. പ്രൊജക്ട് അല്ല, ഇന്റീരിയർ ഒക്കെ അടിയാണല്ലേ? അടിപൊളിയാണല്ലേ? അതെ. നല്ല പിന്നെ ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അലവിയില്. ഓ, അഡീഷണൽ അത്യാവശ്യം നല്ല 2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ല? അതെ. ഇതെങ്ങനെ നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 10,36,000 കൊടുക്കാം. 10.35 അല്ലേ? അതെ. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇതിനൊക്കെ എന്തായാലും 2 റുപ്യ കാണേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അല്ല, ഹൈ ക്വാളിറ്റി വേണം, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള ആർക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ധൈര്യമായിട്ട് വേണം. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അല്ലെ? അടുത്തൊരു ഇനോവ ക്രിസ്റ്റ വരുന്നുണ്ട് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2016 B. ഓക്കെ. 2016 B അല്ലേ? രജിസ്ട്രേഷൻ ആണ്. ഇതിനൊക്കെ നല്ല കിടുവാണ്. ഇത് നമുക്ക് എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 14 ലക്ഷം റുപ്യ കൊടുക്കാം. 14 ലക്ഷം അല്ലെ? എഞ്ചിൻ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഒരു റീപ്ലേസ് ഇല്ലാത്ത കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. ഓക്കെ. നമുക്ക് എത്ര ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്കൊരു 1 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാം. 1 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാം അല്ലെ? അപ്പൊ 14 മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ പ്രൈസും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊന്നും ഫൈനൽ റേറ്റ് അല്ല. നമുക്ക് അടുത്തൊരു ദിവസത്തിൽ നമുക്ക് നല്ല ചെറുവാഹനങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് നല്ല ചെറിയ ചെറിയ ബഡ്ജറ്റിലുള്ള നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി, മിസ്സാക്കണ്ട. അപ്പൊ മാക്സിമം നമുക്ക് ചെറുവാഹനങ്ങളും വലിയ വാഹനങ്ങളും നമുക്ക് ഫുൾ ഓണർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോറൂമാണ് നമ്മുടെ വിക്ടോറി. അപ്പൊ ഇത് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം നിന്നും മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടിയിലാണ്. അപ്പൊ നമുക്ക് ഒരു നയാറിന്റെ പമ്പ് ഉണ്ട്. അത് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ അത് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടും മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 10 അടി നമുക്ക് മുന്നോട്ട് നടന്നാൽ നമ്മൾ വിക്ടോറി കാണാം. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൊക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമ്മള് നമ്പർ നോക്കി കാറ്റലോഗിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചെറിയ കിലോമീറ്ററോടെ വണ്ടികൾ നമുക്ക് ഫുൾ ഓണും ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളൂ. നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന അതും ഫുൾ ഓൺ എടുക്കുന്ന നല്ല അടിപൊളി ഷോറൂം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ വേണ്ടി കാണാം. റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ് ഓഫ്.